ഇതിനിടയിൽ LDFിൻ്റെ മദ്യനയം വന്നു. പ്രതീക്ഷിച്ച പോലെ ഗാന്ധിയന്മാരും പാതിരിമാരും അതിനെതിരെയും വന്നു. You can cheat some people for some time. You cannot cheat all the people all the time. ചില സമയങ്ങളിൽ ചിലരെ കളിപ്പിക്കാം. എല്ലാ സമയത്തും എല്ലാവരെയും കളിപ്പിക്കാനാവില്ല എന്ന് സർവ്വതമറിയുന്ന സർവശക്തന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ പിണറായി സർക്കാർ വഞ്ചിച്ചു എന്നാണ് പരിശുദ്ധ പിതാക്കന്മാർ പറയുന്നത്. അല്ല, ബിഷപ്പുമാർ ആത്മാർത്ഥമായിട്ട് പറയുന്നത്, അതിനെപ്പറ്റി വേറെ സംശയങ്ങളൊന്നും ഉണ്ടാകേണ്ടതില്ല. അവർ നമ്മുടെ നാട്ടിൽ ഈ മദ്യം ഉണ്ടാകാൻ പാടില്ല എന്ന ധാരണയോടെ പറയുന്ന കാര്യങ്ങളാണ്. അത് അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് നാട്ടിൽ. ഒരു തരത്തിലുള്ള മദ്യവും വേണ്ട എന്നുള്ളത്. ഇപ്പോൾ മദ്യം കഴിക്കാത്ത ധാരാളം ആളുകൾ നാട്ടിലുണ്ടല്ലോ. അങ്ങനെയുള്ളവരെല്ലാം അങ്ങനെ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ നാടിൻ്റെ അനുഭവം അതാണ് നമ്മൾ ഗൗരവമായിട്ട് കാണുന്നത്. അത് മദ്യാസക്തിയുള്ളവർ ഏതെങ്കിലും തരത്തിൽ ലഹരി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യും. അതുണ്ടാക്കുന്ന അപകടം വളരെ വലുതായിരിക്കും. അതിൽ നിന്ന് നാടിനെ രക്ഷിക്കുക തന്നെ വേണം. അതിനെന്താണാവോ ഒരു വഴി? ലഹരി ഉപയോഗിക്കുന്നവർക്ക് വലിയ വിഷമില്ലാത്തത് ഉപയോഗിക്കാൻ അവസരമുണ്ടാകും. കേട്ടില്ലേ? എക്സൈസ് മന്ത്രി പറയുന്നത് കേട്ടില്ലേ? എന്തു നല്ല നയം! വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചുറ്റും ലഹരി പദാർത്ഥങ്ങളുമായിട്ടുള്ള ഡ്രഗ് മാഫിയ സംഘങ്ങൾ നമ്മുടെ പിഞ്ചുമക്കളെ റാഞ്ചി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മുടെ മക്കളെയും പേരക്കുട്ടികളെയും രക്ഷിക്കണം. ഇത് നിരോധിച്ചുകൊണ്ട് ആ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമെന്ന് കണക്കാക്കുന്നില്ല. ലഹരി ഉപയോഗിക്കുന്നവർക്ക് വലിയ വിഷമില്ലാത്തത് ഉപയോഗിക്കാൻ അവസരമുണ്ടാകും. ഇങ്ങനെ വേണം ഒരു നല്ല സർക്കാർ. കുരിശ് വേണ്ടവർക്ക് എവിടെ വേണമെങ്കിലും കുരിശ് വെക്കാം. ബാറ് വേണ്ടവർക്ക് എവിടെ വേണമെങ്കിലും ബാറ് തുറക്കാം. ദൈവത്തിനുള്ളത് ദൈവത്തിനും ബാറുകാർക്കുള്ളത് ബാറുകാർക്കും. ഈ സർക്കാരിനെ പിന്തുണക്കാതിരിക്കാൻ ഒരു ന്യായവും പൊളിറ്റിക്സ് കാണുന്നില്ല. അതിനാൽ വ്യാഖ്യാനം നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.